ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഇന്നൊരു തമാശ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഗസയിൽ ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് വിഷമകരമായ ദിവസമായിരുന്നുവെന്ന്. അതിന്റെ കാരണം അവിടെ പ്രതിരോധ സേനയുടെ ആക്രമണത്തിൽ ഖുദ്സ് ഫോഴ്സിന്റെയും അതുപോലെ ഖസം ബ്രിഗേഡിന്റെയും ഒക്കെ സംയുക്തമായ ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ്. അത് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിൽ പല ഇസ്രയേൽ സൈനികരും കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ മാസം അവസാനത്തോടെ 7 സൈനികർ ഒറ്റയടിക്ക് ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്ന് ഇസ്രയേൽ കാറ്റ്സ് പറയുന്നു ഇത് വേദനാജനകമായ ഒരു ദിവസമാണ് എന്ന്. അതേസമയം പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 300 പേർ ഗസയിൽ മരിച്ചു എന്നുള്ള കണക്കാണ്. അതടക്കം നമുക്ക് മനുഷ്യത്വം അവശേഷിച്ചിട്ടുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത വാർത്തകളും കാണാൻ കഴിയാത്ത ദൃശ്യങ്ങളും ഒക്കെയാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവർ ഓരോ ദിവസവും അല്ലെങ്കിൽ പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ യോഗം കൂടി അവരവരുടെ അപലപന കുറിപ്പൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ഗസയിൽ സത്യത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ വർത്തമാനകാലത്തിൽ, ഈ ആധുനിക ലോകത്ത് ഒരു സ്ലോട്ടർ ഹൗസ് ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യരെ അങ്ങനെ കശാപ്പ് ചെയ്യുന്ന ഒരു കശാപ്പ് ശാല ഉണ്ടെങ്കിൽ, അങ്ങനെ മനുഷ്യരെ കശാപ്പ് ചെയ്യുന്ന ഒരു കശാപ്പ് ശാലയായിട്ട് ഗസ, അത് നേരത്തെയും അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ അത് അതിന്റെ ഏറ്റവും വല്ലാത്ത ക്രൂരമായ സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ക്രൂരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. 2 ദിവസം കൊണ്ട് 300 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പേരും ഭക്ഷണം കാത്തു നിന്നവരാണ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഗസ കടന്നു പോവുകയാണ്. ഇപ്പോൾ ഗസ മുനിസിപ്പാലിറ്റി ഒക്കെ നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം അവർക്ക് എല്ലാവിധമായ സംവിധാനങ്ങളും തകർന്ന ഒരവസ്ഥയിലാണ് ഗസ എന്നുള്ള നിലയിലാണ്. യുഎന്റെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് മുന്നറിയിപ്പ് നൽകുന്നു, ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് അവിടെ ലൈഫ് ലൈൻ, ജീവിക്കാനുള്ള എല്ലാവിധമായ സാധ്യതയും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്യൂവൽ, അടിയന്തരമായി അവിടെ ഇന്ധനം എത്തിച്ചില്ലെങ്കിൽ എത്രയോ മനുഷ്യര് പലതരത്തിൽ അത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾ, കുഞ്ഞുങ്ങൾ, പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ഇൻക്യുബേറ്റർ മുതൽ ഓരോരോ സംവിധാനങ്ങളായി തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. ആംബുലൻസുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, ഓടാൻ കഴിയില്ല. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഗസ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ തന്നെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടും ഇന്നും അദ്ദേഹം എക്സ്പോസ്റ്റിലൂടെ ഗസയിലെ സാഹചര്യം വിശദീകരിച്ചിട്ടും ഒന്നും ഈ ലോകത്തിലെ വലിയ ശക്തികളോ അല്ലെങ്കിൽ ഇത് ഗസയ്ക്ക് വേണ്ടി, സ്വതന്ത്ര പലസ്തീന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും അതിശക്തമായ മുന്നറിയിപ്പുകളെങ്കിലും നടത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്ന മണിക്കൂറുകൾ. ഏതൊരു സിനിമയിൽ, കഥാവശേഷം എന്ന സിനിമയിൽ ദിലീപ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ദിലീപ് ആത്മഹത്യ ചെയ്യുകയാണ്. ഗുജറാത്ത് കലാപത്തിൽ ആ കഥാപാത്രത്തിന് പരിചയമുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി, പെങ്ങളെ പോലെ സ്നേഹിച്ചൊരു പെൺകുട്ടി ആ കലാപത്തിൽ മരിച്ചുപോയി എന്നുള്ള വാർത്തയറിഞ്ഞ് ഒരു പ്രഭാതത്തിൽ ആ കഥാപാത്രം കഥാവശേഷനാകുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പെന്ന് പറയുന്നത് ഫോർ ദ ഷെയിം ഓഫ് ബീയിങ് എലൈവ് എന്നാണ്, ജീവിച്ചിരിക്കുന്നതിന്റെ നാണക്കേട് കൊണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ വർത്തമാനകാല ആധുനിക ലോകത്ത് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചിത്രങ്ങൾ, അതിൽ തന്നെ ഒരു ചിത്രത്തിൽ ഈ പൊതിഞ്ഞ മയ്യത്തും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മയ്യത്തിനെ ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം, അതുപോലെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ സങ്കടം താങ്ങാനാകാതെ ഇങ്ങനെ പൊട്ടിക്കരയുന്ന ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഗസയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതൊന്നും നമുക്ക് കാണാനോ റിപ്പോർട്ട് ചെയ്യാൻ പോലും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ജൂൺ മാസവും മെയ് അവസാനവും ഒക്കെ ആയിട്ട് ആകെ ഗസയിൽ 1000-ലധികം പേർ മരിച്ചു എന്നുള്ള വാർത്തയൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പൊ എല്ലാവിധമായ ജീവിക്കാനുള്ള അവസ്ഥകളൊക്കെയും നഷ്ടപ്പെട്ട ഒരു സമൂഹം, അവിടുത്തെ പ്രതിരോധ സേന അവർ തിരിച്ചടിച്ചു തുടങ്ങുകയാണ്. ഹമാസ് തിരിച്ചടിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹമാസിന്റെ തിരിച്ചടി പല രീതിയിൽ, പല വാർത്തകളായി നമ്മൾ കണ്ടതാണ്. അപ്പൊ ഏറ്റവും ഒടുവിൽ ഖാൻ യൂനിസിലെ അവരുടെ കമാൻഡ് സെന്റർ, ഇസ്രയേലിന്റെ കമാൻഡ് സെന്റർ വരെ ആക്രമിച്ചുകൊണ്ടാണ് ഖുദ്സ് ഫോഴ്സും അതുപോലെ ഖസം ബ്രിഗേഡ്സും, ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡ്സും പ്രതികരിക്കുന്നത്. അതിലാണ് ഈ 2 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. കാരണം മുമ്പിൽ ജീവിക്കാൻ ഒന്നുമേ ഇല്ലാതെ, മുൻപിലേക്കൊന്നും നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മനുഷ്യർ സ്വാഭാവികമായിട്ടും ആ നിലയ്ക്ക് അവിടെ അക്രമാസക്തരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചില ദിവസങ്ങൾക്ക് മുമ്പ്, 1-2 ദിവസം മുമ്പാണ് ഇസ്രയേലിന്റെ സൈനിക മേധാവി IDF ചീഫ് ഒരു മുന്നറിയിപ്പ് ഇസ്രയേൽ സർക്കാരിന് തന്നെ നൽകിയിരുന്നു. ഇനി നമ്മൾ ഗസയിൽ തുടരുന്നത് നമ്മുടെ സൈനികരുടെ ജീവന് അപകടമാണ്. കാരണം അത്രത്തോളം അവിടെ മനുഷ്യവേട്ട നടക്കുകയാണ്. അപ്പോൾ മനുഷ്യർ ഏത് നിലയ്ക്കാണ് അവിടെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് ഇയാൽ സമീർ, അവിടുത്തെ സൈനിക മേധാവി, ഇസ്രയേൽ സർക്കാരിന് നൽകിയിരുന്നു. അപ്പൊ ഗസയിലെ സാഹചര്യം അതൊക്കെയാണ്. ഒരു മാസത്തിനകത്ത് തന്നെ, ഒരു 40 ദിവസത്തിനുള്ളിൽ 1000-ലധികം പേർ മരിച്ചൊരു സാഹചര്യമൊക്കെ
അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മോർട്ടാർ ഷെല്ലുകളും റോക്കറ്റുകളും ഒക്കെ വെച്ചാണ് ഈ പ്രതിരോധ സേന തിരിച്ചടിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം 2 റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് തന്നെ പായിച്ചിരുന്നു. അത് നിർവീര്യമാക്കിയെന്നൊക്കെ ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഗസയിലെ ഒരു സാഹചര്യം. അതേസമയം തന്നെ ഇസ്രയേലിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ട് ഈ തുടരുന്ന ഗസയിൽ ഇസ്രയേൽ സേന തുടരുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട്. കാരണം അവരുടെ സമാധാന അന്തരീക്ഷത്തിന്റെ കൂടി പ്രശ്നമാണല്ലോ. ഇപ്പോ ഗസയിൽ നിന്ന് തന്നെ റോക്കറ്റുകൾ വിക്ഷേപിച്ചാലും ഇത് പ്രതിരോധിക്കാനുള്ള സംവിധാനമൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കണമെങ്കിൽ അവിടുത്തെ ഖജനാവിന് തന്നെയാണ് പിന്നെയും പിന്നെയും കോട്ടമുണ്ടാക്കുക. അവിടുത്തെ മനുഷ്യരുടെ സുരക്ഷിതത്വവും അവിടുത്തെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അപകടത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ FUCK ഉപയോഗിച്ചിട്ട് ഉള്ള ബാനറുകളും പോസ്റ്ററുകളും കൊണ്ട് നിറയുകയാണ് ഇസ്രയേലിന്റെ പല തെരുവുകളും. സ്റ്റോപ്പ് ദിസ് FUCK, ഈ നശിച്ച യുദ്ധം നിർത്തൂ എന്ന് ഇസ്രയേലിന്റെ തെരുവുകളിൽ നിന്ന് മുറവിളി തുടങ്ങിയിട്ട് നാളുകളേറെയായി, കാലങ്ങളേറെയായി എന്ന് പറയാം. അതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പറഞ്ഞാണ് കിബുത്സ് നിറോസിലേക്ക് 1.25 വർഷത്തിന് ശേഷം 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം നടന്ന് 1.25 വർഷത്തിനു ശേഷം അവിടേക്ക് വരുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച്, ഇസ്രയേൽ പ്രധാനമന്ത്രിയെക്കുറിച്ച്, അദ്ദേഹത്തിനെ കൂക്കി വിളികളോടെ സ്വീകരിച്ച വലിയ പുരുഷാരത്തെക്കുറിച്ച്, ജനക്കൂട്ടത്തെക്കുറിച്ച്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇസ്രയേൽ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന ചില വാർത്തകളുണ്ട്. വളരെ നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെയാണ്. ഈ ബന്ദികളുടെയൊക്കെ വീടുകളൊക്കെ സന്ദർശിച്ച നെതന്യാഹുവിന് നേരിടേണ്ടി വന്നതുണ്ടായത്. അദ്ദേഹത്തെ പലരും ശപിക്കുന്നു, പല അമ്മമാരും ഒക്കെ ശപിക്കുന്ന ഒരു സാഹചര്യം. സാറാ നെതന്യാഹുവിനെയും കൂടി അദ്ദേഹം കൂടെ കൂട്ടിയിരുന്നു. എന്നാൽ സാറാ നെതന്യാഹുവിന് നേരെ വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വരങ്ങളൊന്നും ഉയരുന്നില്ല. അവര് സ്ത്രീകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്നും കണ്ണീരും കരച്ചിലും ഒക്കെ ആയിരുന്നു അവിടുത്തെ അന്തരീക്ഷം എന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ മാധ്യമങ്ങൾ. അതേസമയം ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് വരുന്നൊരു വാർത്തയുണ്ട്. അവിടുത്തെ ഒരു ഇസ്രയേൽ ഓണർഷിപ്പിലുള്ള, ഇസ്രയേലിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു റെസ്റ്റോറന്റിന് നേരെ പലസ്തീൻ അനുകൂലികൾ ആക്രമണം നടത്തിയെന്നും അതുപോലെ അവിടുത്തെ ഒരു സിനഗോഗിന് തീയിടാനുള്ള ശ്രമം നടന്നുവെന്നും സിനഗോഗിന്റെ വാതിൽ കത്തി നശിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ഈ കൂട്ടക്കശാപ്പിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉയരുന്നു. അതിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം അത് അമേരിക്കൻ തെരുവുകളിലും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൽ നിന്ന് പോലും ഇസ്രയേലിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ നശിച്ച യുദ്ധത്തിനെതിരായ പ്രതിഷേധം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇസ്രയേൽ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ വല്ലാത്ത സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ, ഷിൻബെറ്റിന്റെ ചീഫ് അദ്ദേഹത്തെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വരാനിരിക്കുന്ന ഈ ആഴ്ചയിൽ ഇനി വരാൻ പോകുന്നത് അവിടുത്തെ അറ്റോർണി ജനറൽ, പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. നെതന്യാഹുവും അറ്റോർണി ജനറലും കീരിയും പാമ്പുമാണെന്ന് പറയാം. ഗാരി ബഹാറോമിയാറ വനിതയാണ്. അവരെ പുറത്താക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രമേയം ഇസ്രയേലിന്റെ നെസറ്റിൽ വരാനിരിക്കുന്ന ആഴ്ചയിൽ ജൂലൈ 14 തീയതിയാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും 2 ആഴ്ചക്കുള്ളിൽ അങ്ങനെ ഒരു പ്രമേയം വരാനിരിക്കുന്നു. വലിയ ബഹുജന പ്രക്ഷോഭമുണ്ട് നെതന്യാഹു നടത്തുന്ന ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ. അതുപോലെ ഇദ്ദേഹത്തിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ടൊരു സർവേ അവിടുത്തെ ഒരു ചാനൽ 14 നടത്തിയൊരു സർവേ ഉണ്ട്. നെതന്യാഹുവിനെ കുറ്റവിമുക്തനാക്കണോ, അദ്ദേഹത്തിന്റെ വിചാരണ ഒഴിവാക്കി കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞുള്ളൊരു സർവേയിൽ 25% പേരും അദ്ദേഹം വിചാരണ നേരിടണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതേസമയം അതിലൊരു 23% പേര് ഇദ്ദേഹം ഈ രാഷ്ട്രീയവും അധികാരവും ഒക്കെ ഉപേക്ഷിച്ച് പോയാൽ ഇദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരും ആ സർവേയിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നെതന്യാഹു ഇസ്രയേലിലെ ജനങ്ങളെ സംബന്ധിച്ച് നല്ലൊരു വിഭാഗം ജനങ്ങളുടെ മുമ്പിലും ഒരു ക്രിമിനലായും അവിടുത്തെ പ്രജകളെ, ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു മനുഷ്യനായിട്ടും ഒക്കെ അവിടെ ചിത്രീകരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഓരോ ദിവസവും ഇങ്ങനെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇറാനിലേക്ക് പോകുമ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ന് അസർബൈജാനിലാണ്. ഇന്നലെയും ഇന്നുമായി അദ്ദേഹം അസർബൈജാനിലാണ്. അവിടെ ECO സമ്മിറ്റ് അതിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം അതിശക്തമായി ഇസ്രയേലിനെതിരായ ഒരു സന്ദേശമൊക്കെ കൊടുത്തിരുന്നു. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇസ്രയേലിനെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു, ഇനിയും അള്ളിക്കേറിക്കൊണ്ട് ഇങ്ങോട്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന നിലയിലൊക്കെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ അവസാനിപ്പിച്ചുവെന്ന്. അതിന്റെ ബാക്കിയായിട്ട് IAEAയുടെ ഇൻസ്പെക്ടർമാരെല്ലാം അവരുടെ ജന്മനാടുകളിലേക്ക് മടങ്ങി എന്നുള്ള വാർത്തയാണ്. എല്ലാവരെയും പറഞ്ഞു വിട്ടു. അതുപോലെ ഒരു ട്രാവൽ ബാനും കൂടെ അവര് റഫേൽ ഗ്രോസിക്കെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. റഫേൽ ഗ്രോസി ഇറാനിൽ കാലുകുത്തരുത് എന്ന നിലയിൽ. അതായത് IAEAയുടെ ഡയറക്ടർ ജനറൽ ആണല്ലോ റഫേൽ ഗ്രോസി. അപ്പൊ റഫേൽ ഗ്രോസി തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി IAEAയിൽ കൊണ്ടുവന്ന റെസല്യൂഷനാണ് ഒരു മറയായി ഇസ്രയേൽ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അമേരിക്കയൊക്കെ ഉപയോഗിച്ചത് എന്ന വലിയ ആ നിലയ്ക്കുള്ള ഗ്രോസിയോടുള്ള പ്രതിഷേധം ഇറാൻ സർക്കാരിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് IAEAയുമായുള്ള സഹകരണം അവർ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു. അവിടുത്തെ ഓഫീസർമാരെയെല്ലാം
അവരവരുടെ നാടുകളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. അതേസമയം ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം മാസത്തിൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇറാനിൽ വലിയ ആഘോഷമാണ്. അത് കർബല യുദ്ധവുമായി ബന്ധപ്പെട്ട് കർബല യുദ്ധത്തിലെ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അതും ആ മാസത്തിലെ മുഹറത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പൊ അത്തരത്തിലുള്ള ചടങ്ങുകളിൽ നമ്മൾ മുൻപ് ഈ വിലാപയാത്രകളിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിലാപയാത്രകളിലും സംസ്കാര ചടങ്ങുകളിലും ഒക്കെ കണ്ടതുപോലെ മുൻപെങ്ങും നമ്മൾ കാണാത്ത വിധമുള്ള വലിയ ഒരു ഐക്യവും ഒരുമയും ഒക്കെ നമ്മൾ അത്തരം പരിപാടികളിൽ ഗാദറിങ്ങുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ഈ കർബല ദിനാചരണവുമായി ബന്ധപ്പെട്ട് കർബല യുദ്ധത്തിന്റെ ഈ ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ പുതുക്കുന്ന ഈ വാരത്തിലും ഇറാനിലെമ്പാടും കാണാൻ കഴിയുന്നു. ജനങ്ങളൊക്കെ അങ്ങനെ ഒത്തൊരുമിച്ച് ഇപ്പൊ ഒരു യുദ്ധം അമേരിക്കയും ഇസ്രയേലും പോലെ ലോകത്തെ വലിയ രണ്ട് ശക്തികൾ ഇറാൻ പോലെ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മനുഷ്യർക്കറിയാം യുദ്ധം ഉണ്ടാവുമ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ സർക്കാരിനോട് വിയോജിപ്പുള്ള കുറച്ചുപേര് മാറി നിൽക്കൂ, ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ അങ്ങ് വെടിവെച്ച് കൊല്ലാമെന്നൊന്നും അല്ലല്ലോ പറയുന്നത്. ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഓരോ പൗരനും നേർക്കാണ് യുദ്ധം. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധമുഖത്ത് എത്തപ്പെട്ട ഇറാനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾ പൂർവാധികം ഒരുമയോടെ പൂർവാധികം ഐക്യത്തോടെ അവരുടെ ഗാദറിങ്ങുകൾ അവരുടെ പൊതു ഇടങ്ങളിൽ അവർ പെരുമാറുന്നു. അവർ അങ്ങനെ അണിചേരുന്നു. അവർ ഒറ്റ ജനതയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. അവരങ്ങനെ ഒത്തുചേരുന്ന ഇടങ്ങളിലൊക്കെയും അവിടെ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് അത് വിളംബരം ചെയ്യുന്നുണ്ട്. ഇറാൻ എന്ന വലിയ രാജ്യത്തിന്റെ ഒരു ഗ്രേറ്റ് നേഷൻ എന്ന നിലയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഐക്യവും ഒരുമയും ഒക്കെ വിളംബരം ചെയ്യുന്ന അവരുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ആചരണം കൂടിയാണ്. ആ ആഴ്ചയാണ് കടന്നു പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ വീണ്ടും വീണ്ടും ഉദ്ഘോഷിക്കപ്പെടുന്ന കാര്യം ഇറാൻ എന്ന് പറയുന്ന ഒരു അധിനിവേശ ശക്തിക്കും കീഴ്പ്പെടാൻ സൗകര്യപ്പെടാത്ത ഒരു രാജ്യത്തിന്റെ അവിടുത്തെ ജനതയുടെ നിശ്ചയദാർഢ്യമാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി പോയ ഇസ്രയേലിന്റെ വിവിധ ഇടങ്ങളെക്കുറിച്ചുള്ള ദൃശ്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അവരിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ആ ജനതയ്ക്ക് അവരുടെ തലമുറകൾക്ക് അവർ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയും ഇസ്രയേലും പോലെ രണ്ട് വലിയ ശക്തികൾക്കെതിരെ ആധുനിക ലോകത്തിന്റെ ചരിത്രത്തിൽ പൊരുതി നിന്ന ഒരു ശക്തിയാണ് എന്നും അത് ചരിത്രത്തിൽ രേഖപ്പെടുന്ന നിമിഷങ്ങളാണ് എന്നും വീണ്ടും വീണ്ടും ഇറാൻ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുകയാണ്.